അടുത്ത ലിജു, രാജ്യം വളരെ നിർണായകമായ ഒരു സമയത്തെ ഇന്നലെ സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെട്ട സമയം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? യുദ്ധം അനിവാര്യമെങ്കിൽ അനിവാര്യമാണ്, ആത്മാഭിമാനമാണ് ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും സമാധാനം എന്ന വാക്കിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് സമാധാനം നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അടക്കം ജീവന്റെ വിലയാണ് ആ വാക്കിനുള്ളത്. അത് നടക്കുന്നു എന്ന് പറയുന്നത് പ്രധാനമാണ്. പക്ഷെ സ്വാഭാവികമായും നമ്മൾ ഇത്രയും കാലം അനുവർത്തിച്ചു വന്ന നയങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇന്ത്യ എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ തന്നെയാണ് എന്ന് കോൺഗ്രസ് ആഘോഷിക്കുകയും ചെയ്തു. US നോ പറയാൻ നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കൾക്ക് നിലവിൽ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നയം മാറ്റം അത്രമേൽ വിമർശിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് കോൺഗ്രസ് ഊന്നി പറയാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ സേനാ മേധാവികളുടെ പത്രസമ്മേളനമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സേനയെക്കുറിച്ച് ഓരോ ഭാരതീയനും അഭിമാനമുണ്ട്. വളരെ കൃത്യമായി എന്തായിരുന്നു നമ്മുടെ തന്ത്രമെന്നും ഭീകരർക്കെതിരെ വളരെ കൃത്യമായി പ്രിസൈസായ ആക്രമണം നടത്തിയെന്നും സിവിലിയൻ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയെന്നും ഒരു സൈന്യം പറയുന്നത് വളരെ ഉത്തരവാദിത്വം കൂടി തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾ, പ്രതിരോധങ്ങൾ, ഇതിലൊക്കെ തന്നെ എല്ലാവർക്കും അഭിമാനമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ശത്രുരാഷ്ട്രത്തിനെതിരെ അവർ നടത്തിയ മനുഷ്യത്വരഹിതമായ ഒരു കടന്നുകയറ്റത്തിനെതിരെ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു അറിയിപ്പുമില്ലാതെ ഒരു വിദേശ രാഷ്ട്രം, മൂന്നാമതൊരു രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ് വെടിനിർത്തലായി. ഞങ്ങൾ ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപിക്കുന്നത്. ഒറ്റ ദിവസം നീണ്ട ചർച്ചയിലൂടെ പരിഹാരമായി എന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലൊരു കടന്നുകയറ്റമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യൻ അധികാരികൾ തന്നെ ചർച്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ഒരു ദിവസം പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ഞങ്ങൾ ചർച്ച നടത്തി, ഒരു പരിഹാരത്തിലേക്ക് പോകുന്നു, ഇന്ത്യ വെടിനിർത്തലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ സോവറിനിറ്റി, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രിയാമ്പിൾ എഴുതി വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. സോവറൈൻ എന്നത് വലിയ അർത്ഥതലങ്ങളുള്ള ഒന്നാണ്. എല്ലാ രാഷ്ട്രങ്ങളുടെയും ഭരണഘടനയിൽ സോവറൈൻ എന്നൊരു പദമില്ല. പലപ്പോഴും പല രാജ്യങ്ങളും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മളൊരു ഡൊമൈൻ സ്റ്റേറ്റ് ആയിരുന്നു. ആദ്യഘട്ടത്തിൽ നമുക്ക് സോവറൈൻ ആയിരുന്നില്ല. പക്ഷെ നമ്മളൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച് ആ പരമാധികാരം ഞങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആ സോവറൈൻ എന്നൊരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ നയത്തെ അമേരിക്ക പോലൊരു രാഷ്ട്രം മുൻകൂറായി പ്രഖ്യാപിച്ച് തീർത്തും അപമാനകരമാണെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി പരാമർശിക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധി പരാമർശിക്കപ്പെടാൻ കാരണം 1970-കളിൽ 71 യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ എന്നത് അമേരിക്ക എന്ന വൻ രാഷ്ട്രവുമായി യാതൊരു താരതമ്യവുമില്ലാത്തൊരു ചെറിയ രാഷ്ട്രമാണ്. നമുക്കത്തരം സാമ്പത്തിക ശക്തിയോ സൈനിക ശക്തിയോ ഇല്ല. അമേരിക്കൻ സന്ദർശനത്തിന് ചെന്ന ഇന്ദിരാഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പോലും വന്ന് റിച്ചാർഡ് നിക്സൺ തയ്യാറായിരുന്നു. ഇതങ്ങ് അവസാനിപ്പിച്ചു. ബംഗ്ലാദേശിനെതിരെ ഒരു തരത്തിലും ഈസ്റ്റേൺ പാകിസ്ഥാൻ ഇടപെടരുതെന്നുള്ളതായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത മുന്നറിയിപ്പ്. ഇന്ദിരാഗാന്ധി അവിടെ വെച്ച് തന്നെ ഡിനേ ചെയ്തു. ഇന്ത്യയിലെത്തിക്കഴിഞ്ഞ് ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പിന്തുണ നൽകി, മുക്തിബാഹിനിക്ക് പിന്തുണ നൽകി. അപ്പോൾ അമേരിക്ക ഇതെന്താണ്? അമേരിക്കയുടെ എൻ്റർപ്രൈസിനെ ഇങ്ങോട്ട് വിടുകയാണ്, അമേരിക്കൻ പടക്കപ്പലിനെ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ അമേരിക്ക പോലൊരു വൻശക്തി രാഷ്ട്രത്തോട് അന്ന് തന്നെ ഇന്ദിരാഗാന്ധി മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. യുദ്ധപ്രഖ്യാപനവും ഇന്ന് സമാധാന പ്രഖ്യാപനവുമാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, ഞാൻ അതാണ് ആ പ്രോസസ്സാണ് പറഞ്ഞത്. യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും അതൊരു രാഷ്ട്രത്തിന്റെ തീരുമാനമാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക പോലൊരു രാഷ്ട്രം ഒരു ദിവസത്തിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുമ്പ് പ്രഖ്യാപനം നടത്തുന്നത് ഒരർത്ഥത്തിൽ പരമാധികാരത്തിനുള്ള കടന്നുകയറ്റം തന്നെയാണ്.